നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. തൃശൂർ മേയർ സുരേഷ് ഗോപി ബന്ധത്തിൽ CPIക്ക് അതൃപ്തി. തെരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ഗോപിയെ മേയർ പ്രകീർത്തിച്ചത് തിരിച്ചടിയായെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. നിക്ഷേപകരിൽ നിന്നും 5 കോടിയോളം രൂപ തട്ടിയെടുത്ത പറപ്പൂക്കര പട്ടികജാതി സഹകരണ സംഘം അടച്ചുപൂട്ടിയിട്ട് 5 വർഷം. BJP പറപ്പൂക്കര കമ്മിറ്റി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി നൽകി. ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണ നടത്തി. ധർണയുടെ ജില്ലാതല ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്നു. വാർത്തകൾ വിശദമായി. തൃശൂർ മേയർ സുരേഷ് ഗോപി ബന്ധത്തിൽ CPIക്ക് അതൃപ്തി. തെരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ഗോപിയെ മേയർ പ്രകീർത്തിച്ചത് തിരിച്ചടിയായെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പറഞ്ഞു. മേയർ സ്ഥാനത്ത് നിന്ന് MK വർഗീസിനെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചേക്കും. അടുത്തു ചേരുന്ന വിശകലന യോഗത്തിന് ശേഷമായിരിക്കും തീരുമാനം. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സുരേഷ് ഗോപിയുമായി കൂടിക്കാഴ്ച നടത്തിയതിലും അതൃപ്തിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങള് തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ കാരണങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് പോകുന്നേ ഉള്ളൂ. ഇപ്പോ പ്രാഥമികമായ ഒരു ആലോചന മാത്രമാണ് ഞങ്ങൾ നേരത്തെ, അത് റിസൾട്ട് വരുന്നതിന് മുമ്പ് നടത്തിയൊരു ചർച്ചയാണ്. റിസൾട്ട് വന്നതിന് ശേഷം ഞങ്ങളുടെ പാർട്ടിയുടെ കമ്മിറ്റികൾ കൂടാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. ആ യോഗത്തിലാണ് തോൽവിയുടെ കാര്യകാരണങ്ങൾ എത്രത്തോളം ഗൗരവതരമാണ് എന്നതൊക്കെ ആഴത്തിൽ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുക. അങ്ങനെ ഒരു പരിശോധന ഞങ്ങൾ നടത്തിയിട്ടില്ല. എന്നാൽ മേയർ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ ചില അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം ഞങ്ങൾക്ക് അന്നേ ഉണ്ടായിരുന്നു. ആ അഭിപ്രായം ഇപ്പോഴും ഉണ്ട്. നിക്ഷേപകരിൽ നിന്നും 5 കോടിയോളം രൂപ തട്ടിയെടുത്ത പറപ്പൂക്കര പട്ടികജാതി സഹകരണ സംഘം അടച്ചുപൂട്ടിയിട്ട് 5 വർഷം. നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടും സർക്കാരിൽ നിന്നോ പോലീസിൽ നിന്നോ നീതി ലഭിച്ചില്ലെന്ന് ആക്ഷേപം. BJP പറപ്പൂക്കര കമ്മിറ്റി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി നൽകി. പുതുക്കാട് പറപ്പൂക്കര പഞ്ചായത്തിൽ CPI നേതൃത്വത്തിലുള്ള പറപ്പൂക്കര പഞ്ചായത്ത് നന്ദിക്കര പട്ടികജാതി സഹകരണ സംഘം നമ്പർ 1109 5 വർഷങ്ങൾക്ക് മുൻപ് അടച്ചുപൂട്ടിയത്. നിക്ഷേപകരിൽ നിന്നും 5 കോടിയിലധികം തുക വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളായി സ്വീകരിച്ച ഭരണസമിതി തട്ടിയെടുത്തതിനു ശേഷം സംഘം അടച്ചുപൂട്ടുകയായിരുന്നു. തുടർന്ന് നിയമസമര പോരാട്ടങ്ങൾ നടത്തിയിട്ടും LDF സർക്കാരിന്റെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നോ നീതി ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കൊച്ചി ഓഫീസിൽ പരാതി നൽകിയത്. BJP പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തലൂർ, സഹകരണ സെൽ ജില്ലാ കൺവീനർ KS സുരേഷ്, മണ്ഡലം സെൽ കൺവീനർ ബൈജു ചെല്ലിക്കര, SC മോർച്ച പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാർ പള്ളത്ത് എന്നിവർ ചേർന്നാണ് പരാതി നൽകിയത്. മീഡിയ ടൈം, കൊടകര. കേരളത്തിലെ അർബൻ സഹകരണ ബാങ്ക് ജീവനക്കാരുടെ 2021 ജൂലൈ മുതൽ ലഭിക്കേണ്ട 19% DA കുടിശ്ശിക 6 ഗഡു ക്ഷാമബത്ത ഉടൻ പ്രഖ്യാപിക്കണമെന്ന് കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന നേതൃയോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സർവീസിൽ നിന്നും വിരമിച്ച കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഹുസൈൻ വല്ലഞ്ചിറ, സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ ജോസ് മണ്ണുത്തി, മറ്റു സംസ്ഥാന ഭാരവാഹികൾ എന്നിവർക്ക് ചടങ്ങിൽ സ്നേഹാദരവ് നൽകി. മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഹുസൈൻ വല്ലാഞ്ചിറ അധ്യക്ഷനായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണ നടത്തി. ധർണയുടെ ജില്ലാതല ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്നു. AKGCA സംസ്ഥാന ഉപദേശക സമിതി അംഗം OG ബാബു ഉദ്ഘാടനം ചെയ്തു. വ്യാപകമായി മുഴുവൻ ജില്ലകളിലെയും താലൂക്ക് കേന്ദ്രങ്ങളിൽ എല്ലാ കരാറുകാരും ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ അംഗങ്ങളായിട്ടുള്ള കരാറുകാരടക്കം മറ്റ് വിവിധ കരാർ മേഖലയിലുള്ള സംഘടനകളിലുള്ള മുഴുവൻ കരാറുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സമരം ശക്തമായ രീതിയിൽ ഇനി 2022 അല്ല 2024 ഷെഡ്യൂൾ ഓഫ് റൈറ്റ്സ് നടപ്പിലാക്കുന്ന സാഹചര്യം വരെ ശക്തമായ രീതിയിൽ ഈ സംഘടനയുടെ നേതൃത്വത്തിൽ സമരം നടത്തും എന്നുള്ള ഉറപ്പ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്. താലൂക്ക് പ്രസിഡന്റ് KS സുധീഷ് അധ്യക്ഷനായി. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി K മനോജ് കുമാർ, ജില്ലാ സെക്രട്ടറി KD ബിനു, വർക്കിംഗ് പ്രസിഡന്റ് LP ഡേവിസ്, വൈസ് പ്രസിഡന്റുമാരായ CV രാജേഷ്, KA ഷിഹാബ്, ചാവക്കാട് താലൂക്ക് സെക്രട്ടറി ഫിറോസ്, കൊടുങ്ങല്ലൂർ താലൂക്ക് സെക്രട്ടറി VP പ്രസൂൺ, ട്രഷറർ PH മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു. സച്ചിയുടെ ഓർമ്മയിൽ പുതുചലച്ചിത്ര പ്രവർത്തകർ ഒത്തുചേർന്നു. ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയിൽ അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യുന്ന ഓർമ്മയിൽ സച്ചി വെള്ളിത്തിര എന്ന തിയേറ്ററിന്റെ ലോഗോ പ്രകാശന ചടങ്ങിലാണ് കൊടുങ്ങല്ലൂരിലെ നവചലച്ചിത്ര പ്രതിഭകൾ ഒത്തുകൂടിയത്.
സച്ചി വായിച്ചു വളർന്ന പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയുടെ 1-ാം നിലയിലെ ഹാളാണ് തിയേറ്ററായി രൂപപ്പെടുത്തിയിട്ടുള്ളത്. എഴുത്തുകാരനും തിരക്കഥാകൃത്തും സംസ്ഥാന അവാർഡ് ജേതാവുമായ PS റഫീഖ്, ഫോട്ടോഗ്രാഫറും ചിത്രകാരനും തിരക്കഥാകൃത്തുമായ KR സുനിൽ, കാസ്റ്റിംഗ് ഡയറക്ടർ രാജേഷ് നാരായണൻ, തിരക്കഥാകൃത്ത് സൂരജ് വിദേവ്, അസോസിയേറ്റ് ഡയറക്ടർ പ്രശാന്ത് ഈഴവൻ, എഡിറ്റർ സനൽ അനിരുദ്ധൻ, C വിശ്വകുമാർ, AK പ്രൊഡക്ഷൻ കൺട്രോളർ മൊയ്തീൻ മാസ്റ്റർ എന്നിവരാണ് തങ്ങളുടെ സിനിമാ അനുഭവങ്ങൾ സച്ചിയുടെ ഓർമ്മയിൽ പങ്കുവച്ചത്. വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ ഒരു സിനിമയും മറ്റു സിനിമാ ആസ്വാദകർക്കായി മലയാള സിനിമയും മറ്റു ഭാഷാ ചിത്രങ്ങളും വിദേശ സിനിമകളും ആഴ്ചയിൽ 1 വീതവും പ്രദർശിപ്പിക്കുക, പരിശീലനങ്ങൾ, പ്രഭാഷണങ്ങൾ നടത്തുക എന്നതാണ് തിയേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തങ്കരാജ് ആനാപ്പുഴ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വായനശാല സെക്രട്ടറി UT പ്രേംനാഥ്, തിയേറ്റർ കോർഡിനേറ്റർ ബോബൻ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. യുവമോർച്ച മാള മണ്ഡലം കമ്മിറ്റി പ്രതിഭാ പുരസ്കാര വിതരണം സംഘടിപ്പിച്ചു. വലിയപറമ്പ് ബ്ലോക്ക് ഹാളിൽ നടന്ന ചടങ്ങ് BJP സ്റ്റേറ്റ് കമ്മിറ്റി അംഗം PR ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ തന്നെ അപൂർവമായി ചില രാഷ്ട്രീയ പാർട്ടികൾ നടത്തുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞത്, മാളയിൽ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഇത് നിരന്തരമായി നടത്തുന്നു, കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇത്തരം പ്രോഗ്രാമുകൾ നടത്തുന്നു എന്നുള്ളത് ഈ നാട്ടിലെ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥി സമൂഹത്തെ സ്നേഹിക്കുന്ന അവരുടെ മഹത്തായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്ന അവരുടെ പാരൻസിനും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്കുമെല്ലാം പ്രചോദനമേകുന്നതാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ധാരാളം പ്രചോദനം നൽകുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. സത്യത്തിൽ ഇത് രാഷ്ട്രീയമായി ഇതിന് നേട്ടമൊന്നുമില്ല. കാരണം എന്നോട് രാഷ്ട്രീയം പറയരുതെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ രാഷ്ട്രീയമേ പറയില്ല. 1, 2, ഒരു കാരണവും കൂടി അധ്യക്ഷ പ്രസംഗം ഒരൊറ്റ ലൈനിൽ നിർത്തിയ കാരണം അത് എനിക്കുള്ളൊരു സന്ദേശമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം നൽകിയത്. മാള മണ്ഡലം പ്രസിഡന്റ് IA രാഗിൻ അധ്യക്ഷത വഹിച്ചു. AR ശ്രീകുമാർ പുരസ്കാര വിതരണം നിർവഹിച്ചു. മനു പോളച്ചിറ, KS അനൂപ് എന്നിവർ സംസാരിച്ചു. ചാലക്കുടി വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി സംഘടനയുടെ അന്തർദേശീയ പ്രസിഡന്റ് ജുവാൻ മാനുവൽ ബർഗോ ഗോമസിന് ഇരിങ്ങാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ സ്വീകരണം നൽകി. സംഘടന 75 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് അന്തർദേശീയ പ്രസിഡന്റിന്റെ സന്ദർശനം. സ്വീകരണ യോഗം സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. വിൻസെന്റ് പ്രവർത്തകരോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ അധികം സംസാരിക്കാത്തവരാണ്, നിങ്ങൾ കൂടുതൽ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സഹായഹസ്തം കൊണ്ട് ധാരാളം മനുഷ്യർക്ക് കരം കൊടുക്കാനും ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാനും കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സഞ്ചിയിൽ അരിപ്പിരിവും നിങ്ങളുടെ രഹസ്യപ്പിരിവും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇടപെടുകയൊക്കെ ചെയ്യുന്നത്. 1000 രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ജുവാൻ മാനുവൽ ബർഗോ ഗോമസ് നിർവഹിച്ചു. തോമസ് പുലിക്കോട്ടിൽ അധ്യക്ഷനായി. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ സന്ദേശം നൽകി. മാളപ്പള്ളിപ്പുറം വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ അന്തോണീസിന്റെ മരണ തിരുനാൾ ആഘോഷിച്ചു. പ്രസിദ്ധന്തി വാഴ്ച, കുർബാന, ആരാധന, പ്രദക്ഷിണം, ഊട്ടുനേർച്ച എന്നിവ നടന്നു. ഫാദർ പ്രിൻസ് പടമാട്ടുമൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ റോബിൻ ഡാനിയൽ സന്ദേശം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. സർവശക്തനായ ദൈവമേ, പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂർ മേയർ സുരേഷ് ഗോപി ബന്ധത്തിൽ CPIക്ക് അതൃപ്തി. തെരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ഗോപിയെ മേയർ പ്രകീർത്തിച്ചത് തിരിച്ചടിയായെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. നിക്ഷേപകരിൽ നിന്നും 5 കോടിയോളം രൂപ തട്ടിയെടുത്ത പറപ്പൂക്കര പട്ടികജാതി സഹകരണ സംഘം അടച്ചുപൂട്ടിയിട്ട് 5 വർഷം. BJP പറപ്പൂക്കര കമ്മിറ്റി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി നൽകി.
ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണ നടത്തി. ധർണയുടെ ജില്ലാതല ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.